മഴക്കാലം ആരംഭിച്ചതോടെ ഇടുക്കിയിലെ മലയോര മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി വെട്ടുകിളി ശല്യവും വർദ്ധിച്ചു. കുരുമുളക്, കൊക്കോ, വാഴ തുടങ്ങിയ നാണ്യവിളകളുടെയും ഭക്ഷ്യവിളകളുടെയും ഇലകൾ പൂർണ്ണമായും ഇവ തിന്നു നശിപ്പിക്കുകയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുക്കാലേക്കർ സ്വദേശി തടത്തിൽ TP വർഗീസിൻ്റെ കൃഷിയിടത്തിൽ മാത്രം ഒരു ദിവസം കൊണ്ട് ഇവ നശിപ്പിച്ചത് ഒരേക്കറിൽ അധികം വരുന്ന വിവിധയിനം കൃഷിവിളകളാണ്. കർഷകനായ അടിമാലി മുക്കാലേക്കർ സ്വദേശി വർഗീസ് രാപ്പകലില്ലാതെ നട്ടു നനച്ചു വളർത്തിയ ചെടികളിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കായും ഇലകളും വെട്ടുകിളികൾ തിന്നു നശിപ്പിച്ചു. സമീപത്തുള്ള കൃഷിയിടങ്ങളിലും വെട്ടുകിളികളുടെ ശല്യം ഏറെയാണ്. നിമിഷ നേരം കൊണ്ട് പച്ചപ്പുകളെല്ലാം തിന്നു തീർക്കുന്ന ഈ പ്രാണിവർഗം അതിവേഗം പെരുകുന്നുമുണ്ട്. ചെടികളിലെ തളിരിലകളും വാഴയുടെ ഇലകളുമെല്ലാം ഇവ തിന്നു തീർത്തു കഴിഞ്ഞു. പെട്ടെന്ന് വംശവർധന നടത്തുന്ന ഇവ പൂർണ്ണ വളർച്ചയെത്തിയാൽ കൂട്ടത്തോടെ തീറ്റ തേടി എത്ര ദൂരം വേണമെങ്കിലും പറക്കും. ആക്രമണ സ്വഭാവത്തോടെയാണ് വിളകൾ തിന്നു തീർക്കുക. അടിയന്തരമായി ഇവയെ നശിപ്പിക്കാത്ത പക്ഷം അനുകൂല സാഹചര്യത്തിൽ ഇവ മുട്ടയിട്ട് പെരുകുമെന്നും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും ജന്തുശാസ്ത്ര വിദഗ്ധർ പറയുന്നു. ഒരു വെട്ടുകിളിക്ക് 300 മുട്ടകൾ വരെ ഇടാനാകുമെന്നാണ് കാർഷിക ശാസ്ത്രജ്ഞർ പറയുന്നത്. കൃഷിവകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് ആശങ്ക പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ വെട്ടുക്കിളികൾ ഇങ്ങനെ കൂട്ടമായി വന്ന് പച്ചയായിട്ടുള്ളത് എല്ലാം എന്ന് പറയുമ്പോൾ കൃഷി ഇനങ്ങളായ വാഴ, അതുപോലെ കുരുമുളക് പടർത്തിക്കയറ്റാൻ താങ്ങുകാലായിട്ട് ഉപയോഗിക്കുന്ന മുരിക്കിൻ്റെ ശിഖരങ്ങൾ തുടങ്ങിയിട്ട് നിരവധി വിളകൾ, കൊക്കോ ഉൾപ്പെടെ എല്ലാ വിളകളും തിന്നു നശിപ്പിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ആക്രമണം ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഈ വെട്ടുക്കിളി ശല്യം നിയന്ത്രിക്കുവാനുള്ള ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഹൈറേഞ്ചിൽ വെട്ടുകിളി ശല്യം ഇതിനു മുമ്പും പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. കഞ്ഞിക്കുഴി, പുന്നയാറിൽ ഏതാനും വർഷം മുമ്പ് തേക്കും പ്ലാന്റേഷനിൽ നിന്നും ലക്ഷക്കണക്കിന് വെട്ടുകിളികളാണ് സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് പറന്നിറങ്ങി എത്തിയത്. മരിയാപുരം, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ അതിർത്തി പ്രദേശമായ ആൻഡോപുരം, കൊച്ചുകരിമ്പൻ മേഖലകളിൽ 2 വർഷം മുമ്പാണ് ഇവറ്റ നാശം വിതച്ചത്. ഇതിനു പുറമെ രാജാക്കാട്, കാമാക്ഷി, കൊന്നത്തടി പഞ്ചായത്തുകളിലും വെട്ടുകിളി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.